അമ്പാടി റിസോർട്ട് അതിരപ്പള്ളി ഇവിടെയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ സ്റ്റേക്കേഷനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 2 കൂട്ടുകാർ മാത്രമല്ല വേറെ 2 ഫാമിലീസ് കൂടി ഉണ്ട്. അതായത് ടോട്ടൽ 4 ഫാമിലീസ് കൂടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കിംഗ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഫ്രണ്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് സെലക്ട് ചെയ്തു കേട്ടോ. ഞങ്ങളിവിടെ റൂമിൽ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, റൂമിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ വേഗം തന്നെ പൂളിലേക്ക് ചാടിയിട്ട്, കാരണം നമ്മൾ കൂട്ടർ മാത്രമല്ല വേറെ കുറേ ആൾക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റേക്കേഷനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പൂള് കിട്ടാനായിട്ട് ഞങ്ങൾ വേഗം ചാടിയിട്ടാണ്. പിന്നെ അതേ നീന്താൻ അറിയണവരൊക്കെ നീന്തുന്നുണ്ട്, അമ്മയൊക്കെ നീന്തുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കൊക്കെ നീന്താൻ അറിയാം. ഞാനും സ്നേഹമൊക്കെ നീന്താനായിട്ട് കുറേ ട്രൈ ചെയ്യണമെന്നല്ലാണ്ട് ഒന്നും നടക്കാറില്ല കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് പൂളിൽ നിന്ന് അങ്ങോട്ട് കയറി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മൾ വീടൊക്കെ ഒന്ന് കാണുന്നത് തന്നെ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു ഹോള് കയറി വന്നിട്ട് പിന്നെ ഒരു 4 റൂമാണ് കേട്ടോ. ഒരേപോലത്തെ റൂമാണ് ഉള്ളത്. ഒരെണ്ണം ഒരു ചെറിയ ബെഡും പിന്നെ ഒരു വലിയ ബെഡും അങ്ങനെയാണ് റൂമിലുള്ളത്. പിന്നെ ഒരു ബാത്റൂം, പിന്നെ ഒരു വലിയൊരു മിറർ, ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ റൂമിൽ. അത്യാവശ്യം സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അങ്ങനത്തെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ റിഹാന അവിടെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നാലെ ടിനിച്ചേട്ടനും കൂടി ഓടുന്നുണ്ട് കൂട്ടിനായിട്ട്. പിന്നെ ഞാൻ ഇസാക്കിനെ നോക്കിയപ്പോൾ ഇസാക്കിനെ കാണുന്നുണ്ടായിരുന്നില്ല. ബിബിയുടെ കൂടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ബിബി അവിടെ ഒതുക്കത്തിൽ ഒന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇസാക്കും അപ്പോൾ അപ്പനെ കൂട്ടിയിട്ട് പുറത്തേക്ക് അങ്ങനെ നടക്കാനായിട്ട് പോയിക്കായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ആ ഗ്യാപ്പിൽ ബിബിനെ പിടിച്ചിട്ട് നടക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പുഴ പോലെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഒഴുക്കായിരുന്നു കേട്ടോ വെള്ളത്തിനൊക്കെ ആയിട്ട്. കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കി നിന്നു കേട്ടോ. അവിടെയൊക്കെ ചുറ്റും വേറെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് തന്നെ പോയിട്ടാ. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും ഇസാക്ക് ഞങ്ങളെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ എവിടെ പോയെന്ന്, കാരണം അവന് ഫുഡ് കൊടുക്കാനായിട്ട് ഓൾമോസ്റ്റ് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വറുത്തതും ബീഫും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലോട്ട് കാണാം കേട്ടോ. ബൈ.